കോതമംഗലത്ത് കൂടുതൽ കോടതികൾ അനുവദിക്കണമെന്ന ആവശ്യത്തോട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അധികാരികൾ മുഖം തിരിക്കുന്നു. 2 കോടതികൾ മാത്രമാണ് ഇപ്പോൾ കോതമംഗലത്തുള്ളത്. അഡീഷണൽ ജില്ലാ കോടതിയടക്കം ഇനിയും 7 കോടതികൾക്കെങ്കിലും സാധ്യതയുള്ളതായാണ് അഭിഭാഷകരുൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. കോടതികൾ പ്രവർത്തിപ്പിക്കാനുള്ള സ്ഥല സൗകര്യം റവന്യൂ ടവറിൽ ലഭ്യമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോതമംഗലത്ത് ഇപ്പോഴത്തെ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് 2003-ലാണ്. അക്കാലത്തു തന്നെ കൂടുതൽ കോടതികൾക്ക് വേണ്ടിയുള്ള മുറവിളിയും ഉയർന്നതാണ്. എന്നാൽ വലിയ പുരോഗതി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. 2 കോടതികളാണ് ഇപ്പോൾ കോതമംഗലത്ത് പ്രവർത്തിക്കുന്നത്. ഒന്ന് മജിസ്ട്രേറ്റ് കോടതിയാണ്, രണ്ടാമത്തേത് മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയും. കുടുംബ കോടതിയുടെ സിറ്റിംഗ് മാസത്തിൽ 2 ദിവസവും MACT കോടതിയുടെ സിറ്റിംഗ് മാസത്തിൽ 1 ദിവസവുമുണ്ട്. കുടുംബ കോടതിയും MACT കോടതിയും കോതമംഗലത്ത് അനുവദിക്കണമെന്ന ആവശ്യത്തിനാണ് ഏറെ പഴക്കമുള്ളത്. മൂവാറ്റുപുഴയിലെ കുടുംബ കോടതിയിൽ പരിഗണിക്കുന്ന കേസുകളിൽ പകുതിയിലധികവും കോതമംഗലത്തുകാർ വാദികളോ എതിർകക്ഷികളോ ആണ്. കോതമംഗലത്ത് കുടുംബ കോടതി ആരംഭിക്കേണ്ടതാണെന്ന് ഹൈക്കോടതി ജഡ്ജിമാരടക്കം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ 2 മജിസ്ട്രേറ്റ് കോടതി മുനിസിപ്പൽ കോടതി ഉൾപ്പെടെ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂവാറ്റുപുഴയുള്ള മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രിബ്യൂണലുണ്ട്, MACT കോടതി. അത് മാസത്തിൽ 1 ദിവസം ഇവിടെ സിറ്റിംഗ് ഉണ്ട്, ക്യാമ്പ് സിറ്റിംഗ് ആണ്. അതുകൂടാതെ ഫാമിലി കോടതിയുണ്ട്. ഫാമിലി കോടതി മാസത്തിൽ 2 ദിവസത്തെ സിറ്റിംഗ് ഉണ്ട് ഇവിടെ. ആ 2 ദിവസം ആ കോടതി ഇവിടെ വന്ന് ഇവിടുത്തെ കേസുകളൊക്കെയാണ് കേൾക്കുന്നത്. ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ ഫാമിലി കോടതിയോടനുബന്ധിച്ച് മീഡിയേഷനുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അത്തരം കാര്യങ്ങൾ കോടതിക്കകത്ത് വെളിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് വിസ്താരം തുടങ്ങുമ്പോഴാണ് നമുക്ക് കോതമംഗലത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ അവിടെ തന്നെ പോകേണ്ടി വരുന്നു. അപ്പോൾ ഫലത്തിൽ കോതമംഗലത്തുള്ളവർക്ക് ആ കോടതി കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പൂർണ്ണസമ്മത കോടതി ഉണ്ടെങ്കിലാണ് അതിനോടനുബന്ധിച്ച് കൗൺസിലിംഗ് സെൻറ്ററും മീഡിയേഷൻ സെൻറ്ററും എല്ലാം വരുമ്പോഴാണ് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഫാമിലി കോടതി കൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. കുടുംബ കോടതിയും MACT കോടതിയും ഉൾപ്പെടെ കോതമംഗലത്ത് 7 വ്യത്യസ്ത കോടതികൾ ആരംഭിക്കാവുന്നതാണെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പോക്സോ കോടതി, സബ് കോടതി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കോതമംഗലം ഒരു താലൂക്കാണ്. മറ്റെല്ലാ താലൂക്കിലേതുപോലെയുള്ള സൗകര്യങ്ങൾ കോതമംഗലത്തില്ല. ഇവിടെ ഒരുപാട് കോടതികൾ ഇനി വരേണ്ടതുണ്ട്, വരാനുള്ള സാധ്യതകളുമുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു അഡീഷണൽ ജില്ലാ കോടതിയാണ്. അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി വരണം. അത് നിലവിലിപ്പോൾ പറവൂരുണ്ടായിരുന്നു, മൂവാറ്റുപുഴയിൽ തുടങ്ങി, പെരുമ്പാവൂരുണ്ട്, ആലുവായിലുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും അഡീഷണൽ കോടതികൾ, ജില്ലാ കോടതികളുണ്ട്. പിന്നെ നമുക്കുള്ളത് ഒന്ന്, എല്ലാ ജില്ലയിലും ST കോടതികളുണ്ട്. അതായത് ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ളതാണത്. ആ കോടതി നമുക്കിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എന്നാൽ ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന നിലയ്ക്ക് കോതമംഗലത്ത് ആ കോടതി പ്രവർത്തിക്കേണ്ടതാണ്. ശരിക്കും അതാണ് അതിൻ്റെ ഒരു ഭംഗി. കോടതികൾ അനുവദിക്കപ്പെട്ടാൽ ഇപ്പോഴത്തെ കോടതി കോംപ്ലക്സിലെ സ്ഥലപരിമിതി ഒരു പ്രശ്നമാകും. കൂടുതൽ കോടതികൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം കുറവാണ്. ഈ സാഹചര്യത്തിലാണ് റവന്യൂ ടവർ എന്ന സാധ്യതയ്ക്ക് പ്രസക്തിയേറുന്നത്. കോടതികൾക്കും അനുബന്ധ ഓഫീസുകൾക്കും പ്രവർത്തിക്കാനാവശ്യമായ സ്ഥലം റവന്യൂ ടവറിൽ ലഭ്യമാണ്. ഉടമസ്ഥരായ ഹൗസിംഗ് ബോർഡുമായി ധാരണയിലെത്തേണ്ടതുണ്ടെന്ന് മാത്രം. അപ്പോൾ സബ് കോടതി, ജില്ലാ കുടുംബ കോടതിയും MACT കോടതിയും ST കോടതി, എടമലയാർ കോടതി, ഇത്രയും കോടതികൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ നിലവിലുള്ള കോർട്ട് കോംപ്ലക്സിൽ യാതൊരു സൗകര്യവും അതിനില്ല. എന്നാൽ കോതമംഗലത്ത് ഇതിനുള്ള സൗകര്യം ഇപ്പോൾ ഉള്ളത് റവന്യൂ ടവറിൽ. നേരത്തെ സർക്കാർ ഓഫീസ് അതിൻ്റെ മുകളിലത്തെ 3 നിലകളിലായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സർക്കാർ ഓഫീസുകളെല്ലാം സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. ഈ 3 നിലകളും ആരും ആവശ്യക്കാരില്ലാതെ വെറുതെ കിടക്കുകയാണ്. അത് ഈ പറയുന്ന 5 കോടതിക്ക് അത് പ്രയോജനപ്പെടുത്തിയാലും വീണ്ടും സ്ഥലം ബാക്കിയാണ്. അപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ പ്രശ്നം അപ്പോൾ തീരെ ഉദിക്കുന്നില്ല. ഈ കോംപ്ലക്സിലേക്കാക്കാം. അതിന് ആവശ്യത്തിനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. പ്രത്യേകിച്ച് വേണമെങ്കിൽ കോടതിക്ക് എൻട്രൻസ് 8 ഗേറ്റോളം റവന്യൂ ടവറിനുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും 1-2 ഗേറ്റ് കോടതിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഓഫീസർമാർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. എല്ലാ സൗകര്യങ്ങളും ഈ റവന്യൂ ടവറിൻ്റെ മുകളിലത്തെ 3 നിലകൾ മുഴുവനായിട്ട് കോടതിക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ നടക്കും. റവന്യൂ ടവറിലെ ഭൂരിഭാഗവും വർഷങ്ങളായി കാലിയായി കിടക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണെന്നിരിക്കെ പൊതു ആവശ്യത്തിനായി വിട്ടു നൽകുകയാകും അനുയോജ്യം. കോടതി അനുവദിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നത് മറ്റൊരു കാര്യം.
GTV ന്യൂസ് കോതമംഗലം.